കണ്ടാൽ നല്ല ഹൗഫുള്ള ഒരു കോയ, നല്ല ഈമാനികമായ പ്രകാശം, വെട്ടി ഒതുക്കപ്പെട്ട താടി, കോടി മാടി ഒതുക്കിയിരിക്കുന്ന മീശ പതിഞ്ഞ രീതിയിൽ വെട്ടി താഴ്ത്തിയിരിക്കുന്നു. കാശ്മീരിൽ നടത്തി നമ്മുടെ ചില സംഘികൾ നടത്തുന്ന ഒരു വിദ്വേഷ സ്ട്രാറ്റജി. അവിടുത്തെ ഒരു ക്ഷേത്രത്തിന് തീയിട്ടു. നമ്മളെല്ലാവരും എന്തെങ്കിലും ഇതുപോലെയുള്ള വാർത്ത കാത്തിരിക്കുകയാണല്ലോ. പള്ളിക്ക് തീയിട്ടു, ക്ഷേത്രത്തിന് തീയിട്ടു, അവരെ അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കത്തി പടരാൻ കാത്തിരിക്കുകയല്ലേ. അതിൽ 10-14ഓളം മുസ്ലിം പേരുകാരെ ഈ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം കുർബാൻ കൊടുത്തു. അവരെയൊക്കെയും പലതരത്തിലും പല രൂപത്തിലും ആക്രമിച്ചു, ബുൾഡോസർ ഇടിച്ച് നിരത്തി. ഇതൊക്കെ നടക്കുമ്പോൾ ബാലൻസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? അത് പ്രത്യേകിച്ച് കാശ്മീരിൽ നിന്നാവുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. അങ്ങനെ കാശ്മീരിൽ ഈ പറഞ്ഞ നല്ല ഹൗഫുള്ള, വളരെ കണ്ടാൽ, ഞാൻ പറഞ്ഞത് എന്നെയൊക്കെ കണ്ടാൽ പോലും ഒരു മുസ്ലിമാണ് എന്ന് തോന്നുക വലിയ പ്രയാസമാണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. നല്ല രീതിയിൽ അതിനനുസരിച്ചുള്ള സംഗതിയൊക്കെ ചെയ്ത വളരെ സാലിഹായ ഒരാൾ. അവസാനം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും കാശ്മീർ ആയതുകൊണ്ടും ഒരുപാട് രക്തപ്പുഴ ഒഴുകുന്നത് കണ്ട് മനസ്സ് മരിച്ചുപോയ മനുഷ്യരായതുകൊണ്ടും പെട്ടെന്ന് കലാപമൊന്നും പൊട്ടിപ്പുറപ്പെട്ടില്ല. അവർ കാത്തിരുന്നു. പിടിച്ചപ്പോൾ നല്ല സുന്ദരനായ മൊഞ്ചുള്ള ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ കോയാമുവാണ്. പേര് അർജുൻ ശർമ്മ മൗലവി. അർജുൻ ശർമ്മ മൗലവിയെ കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പക്ഷേ എങ്ങും ആരും അത് പരാമർശിച്ച് കണ്ടില്ല, വാർത്തകളിൽ കണ്ടില്ല, ഒന്നും കണ്ടില്ല. അത് കാണാതിരുന്നത് രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, കുറേ പേർക്ക് ഇപ്പോൾ ഇതൊരു പുതുമയല്ലാതായിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര ക്ഷേത്രങ്ങൾക്ക് മുന്നിലാണ് മലമെറിഞ്ഞതും അതുപോലെ ഇറച്ചി കൊണ്ടിട്ടതും ഒക്കെ പിടിക്കുമ്പോൾ ഇതുപോലുള്ള ആളുകളാണ്. അതും മലപ്പുറത്തും കോഴിക്കോടും മലബാർ സൈഡിലുമാണ് ഇതിൻ്റെ അഭ്യാസം മുഴുവൻ. തെക്കൻ കേരളത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. അവിടെ പിന്നെ കുറച്ചുകൂടി ഇവരെല്ലാവരും കൂടെ ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് വലിയ സ്കോപ്പില്ല. മറ്റേടത്താണല്ലോ സ്ലീപ്പിംഗ് സെല്ലുള്ളത്. അതുപോലെയാണ് കാശ്മീരിലേക്ക് പോയത്. കാശ്മീർ തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികൾ അമ്പലത്തിന് തീയിട്ട് നശിപ്പിച്ചു. ഹിന്ദുവിനൊരമ്പലം ഇന്ത്യയിൽ തീർക്കാൻ കഴിയുന്നില്ലെന്ന് വെച്ചാൽ എത്ര സങ്കടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഹിന്ദു ഉണരണം എന്നൊക്കെ പറഞ്ഞുള്ള വളരെ മനോഹരമായ പ്രസ്താവനകളും പ്രകടനങ്ങളും കാത്തിരുന്നപ്പോഴാണ് അർജുൻ ശർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏതായാലും തൽക്കാലം അദ്ദേഹം റിമാൻഡിലാണ്. എത്ര കാലത്തേക്ക് ഉണ്ടാവുമെന്നൊന്നും അറിയാനൊക്കില്ല. കാരണം കേസ് ഇതായതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു മുസ്ലിം പേരുകാരനായിരുന്നെങ്കിൽ ആ പ്രദേശത്തുള്ള മുസ്ലിം വീടുകളിലെല്ലാം ബുൾഡോസർ കയറി ഇറങ്ങി ഇടിച്ച് നിരത്തി പിപ്പിരിയാക്കി കൈ തന്നേനെ. ഏതായാലും അർജുൻ ശർമ്മ മൗലവിക്ക് നമോവാകം.